16 ദിവസത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ശേഷം ആ ധീര പോരാളി ജാമ്യം കിട്ടി ഇന്നലെ പുറത്തിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വരൂ പുരുഷന്മാരെ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ആ ധീര പോരാളിയെ നമുക്ക് ഇരുകൈ നീട്ടി സ്വീകരിക്കാം. മെൻസ് കമ്മീഷന്റെ നെടുന്തൂൺ വലതുവശത്ത്, ഇടതുവശത്ത് മുമ്പ് പോക്സോ കേസിൽ ആരോപണ വിധേയനായ വ്ളോഗർ. The complete pack. സന്തോഷായില്ലേ രാഹുൽജി? ഞാനൊരു വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഒരു ഫൂൾസ് പാരഡൈസിൽ ജീവിക്കുന്ന സ്വപ്നജീവിയും അന്ധവിശ്വാസിയുമാണ്. രാഹുൽജി സത്യം പറയണ 10-16 ദിവസം ജയിലിൽ കിടന്ന ആൾക്കാർക്ക് ഇങ്ങനെ മാറ്റുണ്ടാവോ? അതും രാഹുൽജിക്ക് അങ്ങനെ വരാൻ വഴിയില്ല. ആ മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള പോരാട്ടം തുടരും. കൂടുതൽ നടപടികളുമായി മെൻസ് കമ്മീഷന് വേണ്ടി ആക്റ്റീവായി തുടരും. ആരാന്റെ പെണ്ണ് കേസിൽ പോയിട്ട് ജയിലിൽ കിടക്കാൻ നാണില്ലല്ലോന്ന് എല്ലാരും പരിഹസിച്ചു ചോദിച്ചു. എന്നാ കേട്ടോ, രാഹുൽ ഈശ്വർ നെഞ്ചും വിരിച്ച് വീണ്ടും പറയാണ്, ഇല്ല നാണില്ല, ഇനിയും ഞാൻ അത് തന്നെ ചെയ്യുന്നു. ഇത് മെൻസ് കമ്മീഷൻ വാദികളുടെ വിജയം. ഹാരമണിയിക്കലും പുഷ്പവൃഷ്ടിയും തുടങ്ങട്ടെ. ആദ്യത്തെ ബോക്സില് ലൈംഗിക പീഡന പരാതി നൽകി അതിജീവിതയെ അധിക്ഷേപിച്ച രാഹുൽ ഈശ്വർ. രണ്ടാമത്തെ ബോക്സില് KSRTC ബസ്സിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ സവാദ്. രണ്ട് സീനും തമ്മിൽ തെറ്റിപ്പോരുത് കേട്ടോ. നമ്മളുടെ മകൻ, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. എൻ്റെ മോന്റെ തലയിൽ കൈവച്ച് ഞാൻ പറയുകയാണ്, അയ്യപ്പസ്വാമിയാണ്, മഹാത്മാഗാന്ധിയാണ്, എൻ്റെ മോന്റെ തലയാണ് സത്യം. ഈ പറഞ്ഞത് 100% സത്യമാണ്. എന്താണ് രാഹുൽജി പ്രശ്നം? പുതിയ വള്ളിയൊന്നും പിടിക്കാണ്ട് കൈവിറക്കണ്ട. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ആണയിട്ട് പറയുകയാണ്, 100% സത്യമാണ്. സ്വാമി അയ്യപ്പനാണ്, മഹാത്മാഗാന്ധിയാണ്, എനിക്ക് 2 മക്കളുണ്ട്, യാഗും യുഗും. അവരാണ് ഈ പറയുന്ന ഓരോ കാര്യവും സത്യമാണ്. രാഹുൽജി ഒന്നും പറയാൻ പാടില്ല. ഈ കേസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നല്ലോ ഉണ്ടോ? കണ്ടീഷൻസ് ഉണ്ടോ? ആണല്ലേ? വീണ്ടും നിരാശ. പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ പാപം ജയിലിലിരുന്ന് എന്തെല്ലാം പദ്ധതികളാണ് ആലോചിച്ചു കൂട്ടിയത്. അതൊന്നും ഇവിടെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് നിങ്ങൾ ഇങ്ങനെ നോവിച്ചും നിരാശനാക്കി വിടുന്നത്. അത് മറക്കരുത്. കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു, മോനെ നിർത്ത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നത്? ഈ സാധനത്തിന് വേണ്ടിയാണ്. രാഹുൽജി എങ്ങനെയുണ്ടായിരുന്നു ജയിൽ ജീവിതം? കിഡ്നി പോകുമെന്ന് വിചാരിച്ചിട്ട് പകുതിക്ക് വെച്ച് നിരാഹാര സമരം അവസാനിപ്പിച്ചതൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. അതല്ലാണ്ട് സംതിങ് ന്യൂ. ഞാൻ അങ്ങനെ ജയിലിൽ നിന്ന് 4-5 പേര് അവിടത്തെ എഴുതി എനിക്ക് തന്നിട്ടുണ്ട്. വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം കിടക്കുന്നവർ, വ്യാജ പീഡന കേസിൽ കിടക്കുന്നവരുടെ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് പറയുന്നില്ല, നീ അത് പറഞ്ഞാൽ വേറെ വല്ല പ്രശ്നമാണെന്നുള്ളതുകൊണ്ട്. ചെറുതായിട്ടൊരു പീഡന കേസ്, ചെറുതായിട്ടൊരു പോക്സോ കേസ്, അങ്ങനെ നിരവധി കേസുകളുള്ള എത്ര പുരുഷന്മാരാണോ ജയിലിൽ കിടക്കുന്നത്. രാഹുൽജിക്ക് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പീഡകരെ, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ജയിലിൽ പോവാനും പിന്നെ സംസാരിക്കാനും പിന്നെയും ജയിലിൽ പോവാനും ഒരു ഏട്ടന്റെ സ്ഥാനത്ത് രാഹുൽജി എപ്പോഴും ഇവിടെ ഉണ്ടാവും. നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ചെയ്തിടാൻ സാധ്യതയില്ലേ? ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു കള്ളപ്പരാതി എടുത്തൂടെ? രാഹുൽജി അങ്ങനെ കത്തി കയറി വരുമ്പോ പിന്നെയും ഫോൺ ബെല്ലടിക്കുന്നു. ഇതെന്തൊരു കഷ്ടാണിത്. പുരുഷ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരു 30 സെക്കൻഡ് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടാണ് കേട്ടോ. ശരി, ഓക്കെ. ഒന്നും പറയുന്നില്ല. മൂപ്പര വക്കീലാ. ശരി, ഹൈക്കോടതി പോകുമെന്ന് പറയാമല്ലോ അല്ലേ? നിങ്ങളൊരു കോക്കനട്ടും പറയണ്ട. എങ്ങനെങ്കിലും തലകുത്തി പറഞ്ഞിട്ടാണ് ജാമ്യം കിട്ടിയത്. അവിടെ നിന്ന് ഇറങ്ങണേല് മുന്നേ വീണ്ടും അകത്തേക്ക് കയറണ്ടൊക്കെ മിണ്ടാണ്ട് വീട്ടിൽ പൊക്കോ എന്നാണ് വക്കീല് പറഞ്ഞെന്ന് തോന്നണം. ഓക്കെ, ഒന്നും പറയില്ല. ശരി, കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഒരു പുരുഷ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഉള്ളിലുള്ള തീ എല്ലാവരും കൂടെ വെള്ളം ഒഴിച്ചു കെടുത്തുന്ന അതിദയനീയമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂപ്പരിത് എങ്ങനെ സഹിക്കും? മെൻസ് കമ്മീഷൻ ഇത് എങ്ങനെ കണ്ടുകൊണ്ട് വെക്കും? നമ്മുടെ നാട്ടിൽ സത്യം വേണം. ആ സത്യം മാത്രമാണ് പറയുന്നത്. പോലീസും അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഓരോ ഘട്ടത്തിലും മീഡിയക്കാർ എന്തു പറയുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ട് നോക്കിയിരുന്നു. മുഖ്യധാരാ ചാനലുകളെല്ലാം കണ്ടിരുന്നു. നിങ്ങൾ എണീച്ചു നിന്ന് സത്യം പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണോ? എന്നാ കേട്ടോ, അതിജീവിതമാരെ വീണ്ടും അധിക്ഷേപിക്കാനാണ് പ്ലാൻ ഉണ്ടെങ്കിൽ പോലീസുകാർ അപ്പൊ തന്നെ തൂക്കിയെടുത്തോണ്ട് കൂട്ടോ. അപ്പോഴും കിഡ്നിക്ക് പ്രശ്നം 11 കിലോ കുറഞ്ഞു പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ രാഹുൽജി. ഓർക്കണം, പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്. അത് പച്ചക്കള്ളമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ക്യാൻസൽ ആവുമെന്നാണ് വീട്ടുകാർ പറയുന്നത്. അത് പച്ചക്കള്ളമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. വേദനയോടെ രാഹുൽജി വാക്കുകൾ അവസാനിപ്പിച്ചു. വീണ്ടും അതിജീവിതമാരെ അധിക്ഷേപിക്കാൻ പറ്റാത്തതിനാലും
പീഡന കേസുകളിലെ പ്രതികൾക്ക് വേണ്ടി രാഹുൽജിക്ക് ഘോരം വാദിക്കാൻ പറ്റാത്തതിനാലും മെൻസ് കമ്മീഷൻ മൊയിലാളിമാര് അസ്വസ്ഥരാണ് ഗൈസ്. അടുത്ത വള്ളിയുമായി വീണ്ടും വരാമെന്ന ദൃഢനിശ്ചയത്തോടെ അവർ നടന്നകലുകയാണ് സുഹൃത്തുക്കളെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.